ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് ഞങ്ങൾ ഇവിടെ ന്യൂ ഇയർ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അഭയം സംഘം എന്ന് പറഞ്ഞൊരു ചെറിയ സഹകരണ സംഘമുണ്ട്. ആ സഹകരണ സംഘത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ ന്യൂ ഇയർ ആഘോഷിച്ചു. ഈ വർഷത്തെ ന്യൂ ഇയർ ആഘോഷത്തിനൊരു പ്രത്യേകതയുണ്ട്. ഞങ്ങളുടെ കൗൺസിലറുടെ കൂടെ ഞങ്ങളുടെ കൗൺസിലർ ആയ സദാശിവട്ട ഇപ്പോൾ മേയറാണ്. മേയറുടെ കൂടെയാണ് ഞങ്ങൾ ഈ വർഷത്തെ ന്യൂ ഇയർ ആഘോഷിക്കുന്നത്. എല്ലാവരും സെൽഫിയും വീഡിയോ ഒക്കെ എടുക്കുന്ന തിരക്കിലായിരുന്നു. ഞാനും എടുത്ത ഒരു വീഡിയോ എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ നാട്ടുകാരെയും സംഘം കുടുംബാംഗങ്ങളെയും ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നുണ്ട്. ഈ നമ്മളുടെ എല്ലാ പരിപാടിക്കും നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ശോഭിത നമ്മെ വിട്ടുപിരിഞ്ഞത് ഒരു മിനിറ്റ് മൗനം ആചരിച്ചുകൊണ്ട്. സുഹൃത്തുക്കളെ, നമുക്ക് നമ്മുടെ കൗൺസിലറും മേയറുമായ ഒ സദാശിവട്ടൻ്റെ പുതുവത്സര സന്ദേശം കേൾക്കാം. കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് ഓരോന്ന് റിവൈൻഡ് ചെയ്തു നോക്കും നമ്മൾ, അല്ലേ? ഒരു കൊല്ലം എങ്ങനെയായിരുന്നു നമ്മുടെ ജീവിതത്തിൽ? ഒരുപാട് സുഖം ഉണ്ടായിട്ടുണ്ടാവാം, ഒരുപാട് ദുഃഖങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. ജീവിതത്തിൽ സമ്മിശ്രമായ ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ച് പിന്നിട്ട് കഴിഞ്ഞു പോവുകയാണ് ഒരു വർഷം. പുതിയ വർഷത്തെ നമ്മൾ വലിയ പ്രതീക്ഷയോടുകൂടെ ഇങ്ങനെ വരവേൽക്കുകയാണ്. അടുത്ത വർഷമെങ്കിലും വരട്ടെ. നമ്മൾ ഇടപെടുന്ന എല്ലാ മേഖലയിലുമുള്ള ജനങ്ങളുടെ ജീവിതമാവട്ടെ മെച്ചപ്പെടുത്തി മുന്നോട്ട് പോകാനൊരു സാഹചര്യം ഉണ്ടാവണം. ഏറ്റവും നന്നായി ആളുകളുമായി ഇടപഴകി അന്യോന്യം ജീവിക്കാൻ കഴിയണം. ഇതാണല്ലോ ഒരു മനുഷ്യൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത്. നല്ല മനസ്സോടുകൂടെ ജീവിക്കാൻ കഴിയാം, അല്ലേ? അപ്പോൾ ഇതിന് കഴിയാനുള്ളൊരു പ്രതീക്ഷ 2026 നമുക്ക് സമ്മാനിക്കട്ടെ എന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും 2026 നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും, അങ്ങനെയല്ലേ നമ്മൾ പറയാം, എനിക്കും എൻ്റെ അയൽവാസിക്കും മാത്രമല്ലല്ലോ സുഖം വേണ്ടത്, ഇല്ലേ? അതിനെ തുടർന്ന് വിവിധ തരം കലാപരിപാടികൾ അരങ്ങേറുകയുണ്ടായി. എന്നോട് അന്ന് ഓർമ്മ ചോദിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ഈ അടുത്തെങ്ങാനും വീട്ടിൽ എനിക്കില്ല കരുവണ്ണു പോയപ്പോഴേ പട്ടി കടിച്ചിട്ട് സാന്റാക്ലോസ് ഞാൻ തന്നെയാണ് എന്നെ തന്നെയാണ് കടിച്ചത്. അപ്പൊ ആ ഒരു ഓർമ്മ എനിക്കുള്ളത്. അതേപോലെ എന്തെങ്കിലും മനോഹരമായ ഓർമ്മകൾ നിങ്ങളുണ്ടോ? അത് നല്ല ഓർമ്മയാണ്. ഓടിച്ചിട്ട് കടിച്ചതാ അല്ലേ ശ്രീകുട്ട? അപ്പൊ അതേപോലെ എന്തെങ്കിലും ഓർമ്മകളോ, അതേപോലെ ഇനി വേണമെങ്കിൽ പാട്ട് തുടങ്ങാം. ഞാൻ മാത്രം പറയില്ല. എല്ലാവരും പുതുവത്സരത്തെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അവർ പരിപാടി അവതരിപ്പിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നു, വീഡിയോ എടുക്കുന്നു, ഫോട്ടോസ് എടുക്കുന്നു, കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. ആ സമയത്ത് ഞാൻ പുറത്തിറങ്ങി നോക്കി. ഇവിടെയെല്ലാം ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് അതിമനോഹരമായിട്ട്. കൂടാതെ ജോഷിയേട്ടൻ്റെ മുറ്റത്ത് തന്നെ ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കമ്മിറ്റി അംഗങ്ങളെല്ലാം ഫുഡ് അറേഞ്ച് ചെയ്യുന്ന തയ്യാറെടുപ്പിലാണ്. ഷാജിയേട്ടനും അന്യേട്ടനും ഇങ്ങനെ ഓടി നടക്കുകയാണ് ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യാൻ. അതേസമയം ടർഫിലേക്ക് വീണ്ടും ഞാൻ എത്തിയപ്പോൾ അവിടെയുണ്ട് അതിമനോഹരമായി ഡാൻസ് കളിക്കുന്നു. അതുപോലെ കഴിവുകളെല്ലാം പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. പാട്ടും ഡാൻസും എല്ലാം ഞാൻ പല ഭാഗത്തു നിന്ന് ഷൂട്ട് ചെയ്തു. മ്യൂസിക് വെക്കാനുള്ള യാതൊരു നിർവാഹമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് യൂട്യൂബിൻ്റെ പോളിസിക്ക് എതിരാണ്. ആ പാട്ട് വെച്ചിട്ട് ഈ ഡാൻസ് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആളാന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഒരു നല്ല അതിമനോഹരമായ രീതിയിലാണ് സ്റ്റെപ്പുകളൊക്കെ വെക്കുന്നത്. എല്ലാവരും ഇത് ആസ്വദിക്കുന്നതോട് കൂടെ തന്നെ മേയർ ഞങ്ങളെ കൂടെ ഇരുന്ന് ഇത് കണ്ട് ആസ്വദിച്ചു. പിന്നെ അതുകൂടാതെ പുറത്ത് എൻ്റെ സുഹൃത്ത് ഷൈജിത്ത് ഭായിൻ്റെ ഏച്ചിയും തമ്മിൽ ന്യൂ ഇയർ സന്തോഷങ്ങൾ പങ്കുവെക്കുന്നു. അതുകൂടാതെ സദാശിവട്ടൻ ജോഷിയാറിനെ സന്ദർശിച്ചു. ജോഷിയാറിനെ കാണിക്കാൻ വിട്ടുപോയി, ക്ഷമിക്കണം. ജോഷിയാറിന് ചെറിയ ബാക്ക് പെയിൻ ആയിട്ട് കിടപ്പിലാണ്. വീണ്ടും ഞാൻ ടർഫിലേക്ക് വന്നു. അപ്പോൾ ഞാൻ കണ്ടത് ഒരേ ഡ്രസ്സ് ഇട്ട 4 പേര് ഡാൻസ് കളിക്കുന്നതാണ്. എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇത് ഇവിടെയും ഒരു പാട്ട് വെച്ചാണ് ഡാൻസ് ചെയ്യുന്നത്. ആ പാട്ടിനനുസരിച്ചുള്ള ആ ഡാൻസ് കാണാൻ നല്ല ഭംഗിയുണ്ട്. യൂട്യൂബിൻ്റെ പോളിസിക്ക് എതിരാണ് മ്യൂസിക്. കോപ്പിറൈറ്റിൻ്റെ പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ആ പാട്ട് കേൾപ്പിക്കാത്തത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അംഗങ്ങൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ചെറിയ മക്കളും എല്ലാവരും വന്ന സന്തോഷത്തോടു കൂടി പുതുവത്സരത്തെ വരവേൽക്കുന്നതിനോടൊപ്പം തന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ട് അവരുടെ സന്തോഷങ്ങൾ പങ്കുവച്ചു. ഇവിടെയും മെയിൻ അട്രാക്ഷൻ ഞങ്ങളുടെ കൗൺസിലറും മേയറുമായ ഒ സദാശിവട്ടനായിരുന്നു. ഒ സദാശിവട്ടൻ ഭക്ഷണം കഴിച്ചിട്ടാണ് പോയത്. എല്ലാവരും കൂടെ ഇരുന്നു ഭക്ഷണം കഴിച്ചു. അവരോട് ചില കുശല അന്വേഷണങ്ങൾ നടത്തി.
ഈ പുതുവത്സരത്തെ വരവേൽക്കാൻ തയ്യാറായി നിൽക്കുന്ന ഞങ്ങളെല്ലാവരെയും പ്രചോദിപ്പിച്ചിട്ടാണ് അവിടുന്ന് പോയത്. വീണ്ടും ടെറഫിലേക്ക് വന്ന് നോക്കിയ സമയത്ത് അവിടെ കാണാൻ പറ്റിയത് അനന്തു ആയിരുന്നു മെയിൻ അട്രാക്ഷൻ ഞങ്ങളെ. കാരണം അനന്തു നല്ലൊരു ഗായകനാണ്. അനന്തും വേറൊരു മേഡം ഉണ്ടായിരുന്നു, മേഡത്തിൻ്റെ പേര് എന്നോട് മറന്നുപോയി. നന്നായിട്ട് ഒരു പാടിട്ടോ, ഒരുപാട് ഗാനങ്ങൾ ഒരു പാടി, നന്നായിട്ട് എല്ലാവരും ആസ്വദിച്ചു. പഴയ പാട്ടുകളും പുതിയ പാട്ടുകളും എല്ലാവരും നന്നായി പാടി. കൂടെ വേറൊരു മേഡം നന്നായിട്ട് അതിഗംഭീരമായിട്ട് പാടി. എൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യയായിരുന്നു അവർ 1-2 പാട്ട് പാടി. അത് വളരെ അതിമനോഹരമായിരുന്നു. കൃത്യം 12 മണിയായപ്പോൾ രബീഷ് ഏട്ടൻ, ആ സംഘത്തിലൊരു അംഗമാണ്, പ്രധാനപ്പെട്ട ആളാണ്, അങ്ങേര് ഒരു അനൗൺസ്മെൻറ്റ് നടത്തി. അതിഗംഭീരമായ ഒരു വെടിക്കെട്ട് നടക്കാൻ പോവുകയാണെന്ന്. അതിനെ തുടർന്ന് മഹിയേട്ടൻ കേക്ക് മുറിച്ചു, എല്ലാവർക്കും മധുരം കൊടുത്തു, പുതിയ വർഷത്തിലേക്ക് ആനയിച്ചു. അങ്ങനെ ഞങ്ങൾ പുതിയ വർഷത്തിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ 2026 ജനുവരി 1 എല്ലാവരും മതിമറന്ന് സന്തോഷിക്കുകയാണ്. പുതിയ വർഷത്തെ ഞങ്ങൾ അത്യാവേശപൂർവ്വം പുതിയ പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ വരവേറ്റു. അതിനുശേഷം ഞാൻ വീട്ടിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പായിരുന്നു. കാരണം ഉറക്കൊഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് നല്ല വേദനയുണ്ട്, നല്ല തലവേദനയുണ്ട്, മൈഗ്രെയിൻ്റെ പ്രശ്നമുണ്ട് എനിക്ക്. ഭാര്യ പറഞ്ഞു, നോ ഞാനിപ്പം വരില്ല, ഞാൻ ഇവിടുത്തെ ഒരു ഡാൻസ് കൂടി കഴിഞ്ഞിട്ട് വരുന്നു പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് ഭാര്യ അവരെ കൂടെ എല്ലാവരും കൂടി ചേർന്ന് ആ ടെറഫിൽ ഒരു ഡാൻസ് തുടങ്ങി. പ്രത്യേകിച്ച് സ്ത്രീകൾ മാത്രം അതിനുള്ളിൽ ഒരുമിച്ചിരുന്നൊരു ഡാൻസായിരുന്നു. അതിമനോഹരമായിരുന്നു. എല്ലാവരും ശരിക്കും ആഹ്ലാദിക്കുകയായിരുന്നു, തിമിർക്കുകയായിരുന്നു, അടിച്ച് പൊളിക്കുകയായിരുന്നു ഒക്കെ പറഞ്ഞു. അതുപോലെ അടിച്ച് പൊളിക്കുകയായിരുന്നു എല്ലാവരും. പുതിയൊരു വർഷം എത്തി. ഇനി ഈ ഒരു വർഷത്തെ നല്ലൊരു പ്രതീക്ഷയോട് കൂടിയിട്ട് വരവേറ്റു. ഇനി ആ പ്രതീക്ഷ നിലനിർത്തുന്ന രീതിയിലുള്ള പുതിയ പോസിറ്റീവ് ചിന്തകളുമായിട്ട് മുന്നോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം എല്ലാവരും അയൽവാസികളും അംഗങ്ങളും ചെറിയ കുട്ടികളും പ്രായം ചേർന്നവരും എല്ലാവരും ചേർന്ന് ഡാൻസ് തുടങ്ങി. പുറത്തുനിന്ന് പുതിയ തലമുറയിൽ എൻ്റെ സമപ്രായക്കാരായ ആൾക്കാരൊക്കെ ആയിരുന്നു. ഞാനും ഡാൻസ് ചെയ്തു, പക്ഷേ അത് ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. ഇത് നല്ലൊരു അനുഭവമായിരുന്നു. പുതുവർഷത്തിനെ പുതിയ പ്രതീക്ഷയോടു കൂടി ഞങ്ങൾ വരവേറ്റു. ഞങ്ങൾ അതിയായ രീതിയിൽ ആഹ്ലാദിക്കുകയും ആനന്ദിക്കുകയും ചെയ്തു. ഈ ഒരു നിമിഷം ഞങ്ങൾ ഒരിക്കലും മറക്കാത്ത രീതിയിലാക്കി തീർത്തു. എല്ലാവർക്കും, ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ പുതുവത്സര ആശംസകൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹാപ്പി ന്യൂ ഇയർ 2026.